ലുക്കിനെ തന്നെ ചീപ്പ് ലുക്ക് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിന് എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് വലിയൊരു ഭാഗത്ത് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഭയങ്കര കറണ്ട് ഫ്രണ്ടിലുള്ള ലുക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് പൂവും കൂടെ വെച്ചു കൊടുത്താൽ സെറ്റ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 ഹെയർ സ്റ്റൈൽസ് ആണ്. ഓണത്തിനും അതുപോലെ തന്നെ ഏതൊക്കെ ഫംഗ്ഷൻ വന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ മോഡേൺ ഔട്ട്ഫിറ്റ്സിന് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് തന്നെ നമ്മൾ എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യേണ്ടതെന്നും ഒരു ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഹെയർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളത് കണ്ടു നോക്കൂ. നമുക്ക് മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. കാര്യം ഇങ്ങനെ പറന്ന് കിടക്കുന്ന രീതിക്കല്ല. എനിക്ക് നന്നായിട്ട് മാനേജബിൾ ആയിട്ട് സിറമൊക്കെ അപ്ലൈ ചെയ്ത് നല്ല മാനേജബിൾ ആക്കി എടുക്കണം. DIY സിറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സിറം. ഇപ്പം ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് കിട്ടും. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിറമാണ്. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത സിറമാണ്. ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ചീകി കൊടുക്കുക. ഓൾറെഡി ഞാൻ ചീപ്പ് വെച്ച് ജടയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. സോ ഒന്ന് മാനേജബിൾ ആക്കി എടുത്തതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ സൈഡിൽ നിന്നാണ് പകർപ്പെടുക്കുന്നത്. നിങ്ങൾക്ക് മിഡിൽ പാർട്ടീഷൻ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈലിന് മോസ്റ്റ്ലി നിങ്ങൾക്ക് സൈഡ് പാർട്ടീഷൻ ആയിരിക്കും നല്ലത്. കാരണം ഒരു സൈഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അടുത്ത സൈഡ് ഫ്രീ ആയിട്ട് വിടാമെന്ന് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ മിഡിൽ പാർട്ടീഷനാണ് എടുക്കുന്നതെങ്കിൽ 2 സൈഡ് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ചീകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൈവച്ച് തന്നെയാണ് എടുക്കുന്നത്. നനഞ്ഞ മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ല. സോ നമ്മൾ ചീപ്പ് വെച്ച് ചീകി എടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് പിന്നിട്ട് കൊടുക്കാം. കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതാ ഇവിടെ നിന്ന് കുറച്ച് മുടിയെടുത്ത് ഈ ഏതെങ്കിലും ഒരു മുടി ഫ്രണ്ടിൽ വരെ നമ്മൾ പിന്നുമ്പോൾ ഒരു സൈഡ് ഇവിടെ വരുമല്ലോ, അതിനോട് ചേർത്ത് ഇവിടെ നിന്ന് കുറച്ച് മുടി എടുത്ത് വെച്ച് കൊടുക്കുക. ദെൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഒറ്റ തവണ മാത്രമേ പിന്നെ എടുക്കാവുള്ളൂ. ഒരുപാട് തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ ഓർഡറായിട്ട് കിട്ടത്തില്ല. ഒറ്റ തവണ ചെയ്തിട്ട് ഓരോ തവണയും ഇതൊന്ന് കയറ്റി കൊടുക്കണം. ഞാനിത് ആദ്യത്തെ തവണയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കയ്യിൽ നിൽക്കത്തില്ലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ഉണ്ട്. അത് കാരണം എനിക്ക് ഓരോരോ മുടിയിൽ ചെയ്യാനായിട്ട് പറ്റും. മുന്നേക്ക് ആണെങ്കിൽ എനിക്കത് കിട്ടാത്ത കാരണം ഞാൻ 2 പിന്നിലൊക്കെ കഴിയുമ്പോഴാണ് അടുത്ത മുടി എടുത്ത് വെച്ച് കൊടുക്കുന്നത്. പക്ഷെ അതത്ര ഭംഗി ഉണ്ടാവത്തില്ല. ഇതാണ് ശരിക്കും നല്ല ഭംഗിയായിട്ടുള്ളത്. നമുക്ക് 1000 പിന്നിലൊക്കെ വരത്തില്ലേ, അതുപോലെ ഒരു സംഭവമാണ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മുടിയെടുക്കും. കാര്യം എനിക്ക് അവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കണം എന്ന് നല്ല നിർബന്ധമാണ്. സോ ഞാൻ അവിടെ നിന്ന് കൂടെ മുടിയെടുക്കും. ഈ ബാക്കിലുള്ള മുടി മെസ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഇതിങ്ങനെ ഒന്ന് നേരെയാക്കി കൊടുക്കണം. ഇത്രയും മതി കേട്ടോ. ഇനി ഇങ്ങോട്ടൊന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട. ഈ ഒരു ഭാഗത്ത് മാത്രം ചെയ്തിട്ട് നമുക്ക് ഇതിനടുത്ത് പിന്നി കൊടുക്കാം, ബാക്കിലോട്ട് പിന്നി കൊടുക്കാം. ദെൻ ഇത് നമ്മൾ ബാക്കിൽ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബോബി പിൻസോ ടിക് ടാക് പിൻസോ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പം ആക്ച്വലി അപ്പോൾ ടിപ്പ് പറഞ്ഞുതരാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ ടിക് ടാക് പിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിക് ടാക് പിൻ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അല്ലാതെ ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ പോയിട്ടുള്ളതാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ വെക്കരുത്. നമ്മുടെ ഓവറോൾ ലുക്കിനെ തന്നെ ഒരു ചീപ്പ് ലുക്ക് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യരുത്. നല്ല ന്യൂ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ടിക് ടാക് പിൻസ് യൂസ് ചെയ്യണം. ഇത് വളരെ വില കുറവാണ്. സോ നമ്മൾ അത്രയും ചീപ്പ് ആവേണ്ട. ഇത് എത്ര തന്നെ ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ സാധനങ്ങൾ ചീത്തായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുക്കിനെ അത് ബാധിക്കും. നിങ്ങൾ ഒറ്റ തവണ, അതായത് നിങ്ങൾ ഇങ്ങനെ പിരിച്ചിടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നവരാണെങ്കിലും 2 സൈഡും കെട്ടിക്കൊടുക്കുക.
ഓക്കെ, അപ്പോൾ പൂ വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെയും കൂടെ ചെയ്ത് കൊടുക്കണേ. കാര്യം എന്നാൽ മാത്രമേ ഒരു കണക്ടിവിറ്റി ഫീൽ ആവുള്ളൂ. പൂ വെക്കുന്ന ഹെയർ സ്റ്റൈലിന് ഒരു ഭംഗി വരുള്ളൂ. ഇത് ആക്ച്വലി ഒരു മോഡേൺ ഹെയർ സ്റ്റൈൽ പോലെ ഉണ്ടാവും. സോ ഇത് നമുക്ക് കാഷ്വൽ ഔട്ട്ഫിറ്റ്സിനും അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ടല്ലോ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണലിലോട്ട് മാറ്റുന്ന സമയത്ത് ഇതിനെ തന്നെ നമ്മൾ വന്നിട്ട് 2 സൈഡും ആക്കി പിന്നി കൊടുത്തിട്ട് പൂവൊക്കെ വെച്ച് കൊടുക്കുക. അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ആണ് അടുത്ത ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒന്ന് പിന്നി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് 1000 പിന്നലുണ്ടല്ലോ, 1000 പിന്നൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നോർമലി സാധാരണ പിന്നിട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ പിന്നലാണ് ഇട്ട് കൊടുക്കുക. ആക്ച്വലി എനിക്ക് ഇവിടെ നിന്ന് ഇളകി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്ലൈഡും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് താഴോട്ടൊന്ന് പിന്നി കൊടുക്കാം. മോഡേൺ ഔട്ട്ഫിറ്റ്സിന് വലിയതായിട്ട് അങ്ങ് ഭംഗി ഉണ്ടാവില്ല. പിന്നെ കോളേജ് യൂണിഫോമിനൊക്കെ ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടി കെട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതിലിങ്ങനെ ചുറ്റി പൂ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ബണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ പൂ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ കുറച്ച് ബഞ്ചായിട്ട് പൂവെടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്തും വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ചിലർ തുളസിപ്പൂവൊക്കെ വെക്കുമല്ലോ, തുളസിപ്പൂവ് പിന്നെ റെഡ് കളറുള്ള തെറ്റിപ്പൂവൊക്കെ വെക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കും ഇത് ആക്ച്വലി ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിരിക്കും. ട്രഡീഷണൽ സാരിക്കൊക്കെ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ മുടി ഫുൾ ചീകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്ന് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെക്ഷൻ മുടിയെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ആക്ച്വലി ഒന്ന് കേൾ ചെയ്തിടാണെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും. എന്നും അങ്ങനെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക. ദെൻ അവിടെ നിന്ന് മുടി പുറകിലോട്ട് എടുക്കുക, ചീകിയിട്ട് ഒരുപാട് എടുക്കല്ല കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രം കുറച്ച് മാത്രം എടുക്കുക. ആഴ്ന്ന് വന്നിട്ട് മുടി എടുക്കരുത്. മുകളിൽ നിന്ന് ക്രൗണ്ട് അവിടെ നിന്ന് മാത്രമേ മുടി എടുക്കാവൂ. ഇപ്പം ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് ആക്ച്വലി ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിരിച്ച് ഒരു സൈഡിൽ നിന്ന് മുടിയെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം കണ്ടോ, ഇതുപോലെ വലിയ ക്ലിപ്പ് കിട്ടും. നല്ല രീതിയിൽ വലിയ ബോബി പിൻസ് ഉണ്ടല്ലോ, അത് കിട്ടും. അത് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇറുക്കിൽ സ്ലൈഡില്ലേ നല്ല നീളത്തിലുള്ളത്, അതായാലും മതി. കാരണം നീളത്തിലെടുക്കാൻ പറയാനായിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചധികം മുടി ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ബാക്കിലൊരു പാറ്റേൺ ഫോമായിട്ട് ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയും വെച്ച് 2 ക്ലിപ്പാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും മാത്രം മതി. സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ്. ഇപ്പോൾ ഭയങ്കര കറണ്ട് ട്രെൻഡിലുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊരു ട്രഡീഷണൽ ഇവിടെ നിന്നൊക്കെ മുടി കെട്ടുന്ന ഒരു ഫീൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അത്രയും സൂപ്പറാണ്. പിന്നെ നമുക്ക് നല്ല മോഡേൺ ലുക്കാണ് തരുന്നത്. ഇത് നമുക്ക് ജീൻസിൻ്റെ ഒപ്പം ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ, ഫ്രോക്ക് പിന്നെ ഷോർട്ട് ഡ്രസ്സസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പമൊക്കെ ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമുക്ക് നിറയെ മുടിയുള്ളതുപോലെ തോന്നിക്കും. അതിൻ്റെ ബാക്ക് ലുക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് പൂവ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് പൂവും കൂടെ വെച്ച് കൊടുത്താൽ സെറ്റാണ്. ആക്ച്വലി ഇത് എങ്ങനെയാണ് മുടി കെട്ടിയിരിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. അത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈലാണ്. ഏത് ഹെയർ സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. കണ്ടു എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.